പ്രൈസ് ലോർഡ്. നമുക്ക് വേണ്ടി ഇന്ന് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് വീണ്ടും ഒരു അവസരം കൂടെ കർത്താവ് തന്നല്ലോ. യേശുവിന്റെ പാദപീഠത്തിലിരിക്കുക എത്ര അനുഗ്രഹമാണ്, എത്ര സന്തോഷമാണ്. നമുക്ക് ലോകത്ത് എവിടെയും ലഭിക്കാത്ത സന്തോഷ സമാധാനവും യേശുവിന്റെ പാദപീഠത്തിലുണ്ട് എന്നുള്ളത് എത്ര ആശ്വാസമാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയത് ഗിരിപ്രഭാഷണമാണെന്ന് ഞാൻ ഓർപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മളത് തുടങ്ങിയത്? നമ്മുടെ ടൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് യേശുവിൻ്റെ പാദപീഠം. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കണം. ബൈബിളിലെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷെ യേശുവിൻ്റെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യേകതയുണ്ട്. പത്രോസിനോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഒത്തിരി പേര് യേശുവിനെ വിട്ടുപോയി, ഇത് കഠിന വാക്കാണെന്ന് പറഞ്ഞു. ഒത്തിരി പേര് പറഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾക്കും പണി പോകാമെന്ന്. പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? അത്ഭുതങ്ങളുണ്ടല്ലോ എന്നല്ല പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ. അതാണ് യേശു പറയുന്ന വാക്ക്, വേർഡ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ്. ഈ ഗിരിപ്രഭാഷണം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒത്തിരി എൻ്റെ ഓരോ പ്രാവശ്യം ഞാനത് പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് അനുഗ്രഹമാണ്. കാരണം ഞാൻ ഇതിനകത്ത് നിങ്ങളോട് ഈ അരമണിക്കൂർ സമയം അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ ഷെയർ ചെയ്യണമെങ്കിൽ ഞാനും അത് പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം അത് വായിക്കുമ്പോൾ, കർത്താവേ, ഇനി ഒത്തിരി ആകാനുണ്ടല്ലോ, ഇനി ഒത്തിരി ശരിയാകാനുണ്ടല്ലോ എന്ന്, ഇനി ഒത്തിരി ക്രമീകരിക്കാനുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുക. സോ എനിക്ക് ഒത്തിരി കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വാക്കുകൾ അത് കേൾക്കുന്നതും പഠിക്കുന്നതും ഒരു വലിയ അനുഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത് കാണാതെ പഠിക്കാനായിട്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ ചില യൂത്ത്സിനോടൊക്കെ പറഞ്ഞ് ചിലരൊക്കെ കാണാതെ പഠിച്ചു. മാത്യു ചാപ്റ്റർ 5 കാണാതെ പഠിച്ച കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ നിങ്ങളും ഈ ദിവസങ്ങളിൽ യങ് പീപ്പിൾ, ഐ എൻകറേജ് യു ടു ലേൺ ദാറ്റ്, ബിക്കോസ് ദ വേർഡ്സ് ഓഫ് ജീസസ്, ഇറ്റ്സ് ദ foundation of the Christian life, and it's everything. That's what Jesus told, and it's very important when Jesus speaks. Amen. അതുകൊണ്ട് നമ്മൾ കണ്ടത് ഇന്ന് നമ്മൾ 3 വരെ കണ്ടു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അല്ലേ? നമ്മൾ ആദ്യം അത് കണ്ടു. ആ ഭാഗ്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് ആദ്യമായിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ഭാഗ്യം എന്ന് പറയുന്നത്, ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗ്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചായിരുന്നു, ലോകം തരുന്ന ഭാഗ്യങ്ങളല്ല, ലോകം പറയുന്ന ഭാഗ്യങ്ങളേ അല്ല. ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൽ ഓൾറെഡി ആ അവസ്ഥയിലായിരിക്കുന്നു. ആ സന്തോഷം, ആ ഭാഗ്യം നമ്മൾ ഇന്ന് ആർക്കും എടുക്കാൻ കഴിയത്തില്ല. ബ്ലെസ്സഡ് ആണെന്നല്ല, യു ആർ ബ്ലെസ്സഡ്, യു ആർ ഓൾറെഡി ബ്ലെസ്ഡ്. ദൈവമക്കളെ, നിങ്ങൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവ് പറയുന്ന വാക്കുകളിലേക്ക് നമുക്ക് നോക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇന്നലെ നമ്മൾ കണ്ടു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ബ്ലെസ്സഡ് ആർ ദ മീക്ക്, ബ്ലെസ്സഡ് ആർ ദ ജെന്റിൽ, they shall inherit the earth. നമ്മുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ പഠിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇത് സമൂല പരിവർത്തനം വരുത്തുവാൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലി ചെയ്യുന്ന മണ്ഡലങ്ങളൊക്കെ ഇത് വലിയ മാറ്റങ്ങൾ വരുത്തും. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ഈ ഗിരിപ്രഭാഷണത്തിന് അവസാനം, 7-ാമത്തെ അതിന് അവസാനം നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവർ ആഴത്തിൽ പാറമേൽ അടിസ്ഥാനപ്പെട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ആഴത്തിൽ ഫൗണ്ടേഷൻ ഇടുവാൻ ഈ വചനം കേൾക്കുക മാത്രമല്ല, ഇത് പ്രമാണിക്കുകയും കൂടെ ചെയ്യും. ഒത്തിരി വചനം കേൾക്കുന്നവരാ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് സമയമുണ്ട്. എത്ര മെസ്സേജുകളാണ്, എത്ര ലൈവുകളാണ്, അല്ലേ? പക്ഷെ അതിനേക്കാളും ലൈവ് കേൾക്കണ്ടെന്ന്, അല്ലെങ്കിൽ ഇത് കേൾക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കേൾക്കണം. എന്നാൽ അതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് ഈ വചനവുമായിട്ടൊന്നിരിക്കാൻ പറ്റിയെങ്കിൽ അതാണ് ഏറ്റവും അനുഗ്രഹം. ഇത് യേശു അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനോടുള്ള ഇത് ലവ് ലെറ്ററാണ്, ഒരു പ്രേമലേഖനമാണ്. ഇത് നമുക്ക് വ്യക്തിപരമായി നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നിങ്ങളോട് സംസാരിക്കും.
ചിലരോട് മാത്രമല്ല. നമ്മൾ ഇരുന്നത് വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ God will speak to you. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ 6-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 5 verses 6. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. Blessed are those who hunger and thirst for righteousness, for they shall be satisfied. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഈ ദാഹം, വിശപ്പ്, ഇന്നത്തെ മോഡേൺ വേൾഡിൽ hunger and thirst, it was not like that in those times. In the time of Palestine times, അല്ലെങ്കിൽ in those times when the Bible was written, a normal Palestinian man had a large family. ഒരു വലിയ കുടുംബമായിരുന്നു. ഇയാൾ ജോലി ചെയ്യണം, വളരെ തുച്ഛമായ പണമേ കിട്ടത്തു. ഈ പണം കൊണ്ട് വലിയ കുടുംബത്തെ പോറ്റണം. And usually it was a luxury to have a meat once in a week. അങ്ങനെ ഈ വലിയ കുടുംബം ഉള്ളതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ആടിന്റെ പാല് കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഹങ്കർ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും വിശന്നിട്ടല്ല കഴിക്കുന്നത്. വി ഡോണ്ട് ഹാവ് ദാറ്റ് ഹങ്കർ. ഇവിടുത്തെ പറയുന്ന ഹങ്കർ എന്ന് പറഞ്ഞാൽ it is really hunger. I don't know how many of you have experienced the pangs of hunger. വിശപ്പിന്റെ വേദന അറിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ആ വയറ് ഒട്ടിയ അനുഭവിച്ചിട്ടുള്ള എത്ര പേരെന്നെ കേൾക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം. ഇവിടെ അങ്ങനെ ഒരു വാക്കാണ് കർത്താവ് പറയുന്നത്. നമുക്ക് ഇച്ചിരൂടെ അത് അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, വിശപ്പ് അടക്കാൻ ഒത്തിരി മക്കളുണ്ട്. എല്ലാവർക്കും കൂടെ വീതിച്ചു വരുമ്പോൾ എല്ലാവർക്കും കിട്ടത്തില്ല, കുറച്ചേ കിട്ടത്തില്ല, പിന്നെയും വിശക്കുക. പഴയ കാലത്ത് എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പാടിൻ്റെ നാളുകൾ. ആ ഒരു സമയത്തെ കാര്യമാണ് ആ ഒരു ഹങ്കർ. അത് തേഴ്സ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് there was no tap, there was no fridge. They used to store the water in earthen pots. നമുക്കറിയാം, നാട്ടിൽ പണ്ട് ഫ്രിഡ്ജില്ലായിരുന്ന കാലം ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് പഠിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. ഫ്രിഡ്ജില്ലായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ കൂജ, ഒരു എർത്തൺ പോട്ടുണ്ട്, അതിനകത്താണ് അതായിരുന്നു നമ്മുടെ ഫ്രിഡ്ജ്. അതിനകത്തൊന്ന് ചൂടത്ത് ഇങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ കളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് അതിങ്ങനെ ചരിച്ച് സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ച് കുടിക്കുന്നൊക്കെ ഞാൻ ഇന്നിരുന്നുകൊണ്ട് ഇത് പഠിച്ചപ്പോൾ ഇതിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഫ്രിഡ്ജ് ലക്ഷറി ആയിരുന്നു പണ്ട്. വളരെ കുറച്ച് പേർക്കൊക്കെ ഫ്രിഡ്ജ് നമ്മുടെയൊക്കെ നാട്ടു സ്ഥലത്തുള്ളായിരുന്നു ഫ്രിഡ്ജ്. അപ്പോൾ ഇപ്പൊ അന്ന് ഇങ്ങനെ ഒരു കാലഘട്ടത്താണ് കർത്താവ് ഈ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. അപ്പൊ ഹങ്കർ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഹങ്കർ എന്ന് പറയുന്നത് ഇസ് എ മാൻ ഹൂസ് റിയലി സ്റ്റാർവിംഗ് ആൻഡ് ഹീസ് ക്രേവിംഗ് ഫോർ ഫുഡ്, അങ്ങനെ ഒരു വാക്ക്. തേഴ്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, പലസ്തീൻ കുറച്ച് സ്ഥലം മരുഭൂമിയുണ്ട്, ചൂട് സമയത്ത് നല്ല ചൂടാണ്. ജസ്റ്റ് ഇമാജിൻ എ traveler traveling through the desert. He carries water in his water bottle, or they used to have this leather skin bags which they used to carry water. Just imagine he's traveling and this water finishes and suddenly a sandstorm blows. ഒരു മനുഷ്യനിങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുകയാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു, പൊടിക്കാറ്റടിക്കാൻ തുടങ്ങി. ആ തലയൊക്കെ മറച്ച് പൊടിക്കാറ്റ് തീരുന്നവരെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ ദാഹം, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം എന്തുമാത്രമായി. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഞാൻ എൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ദാഹിക്കേണ്ടതെന്നുള്ളത്. നീതി, ഇനി നമുക്ക് നോക്കാം. നീതി എന്തിനു വേണ്ടി ദാഹിക്കണം? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are those who hunger and thirst for righteousness. നീതിക്ക് വേണ്ടി വിശക്കുക, നീതിക്ക് വേണ്ടി ദാഹിക്കുക. അപ്പോൾ അതിന്റെ എങ്ങനെ വിശക്കണം, എങ്ങനെ ദാഹിക്കണം എന്നുള്ളത് ഞാൻ അല്പം ഒന്ന് പറഞ്ഞു, നമുക്ക് പിന്നീട് അതിന്റെ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നീതി, ദൈവവചനം പറയുന്നു, there is no one who is righteous. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായി തീർന്നു. എന്താണ് നീതി? എങ്ങനെയാണ് നമുക്ക് നീതി ലഭിച്ചത്? ഇവിടെ പറയുന്ന നീതി എന്താ?
ഈ നീതി വിശന്ന് ദാഹിച്ചാൽ കിട്ടുമോ? ഇല്ല. നമ്മളെ നീതീകരിച്ചത് കർത്താവിന്റെ വചനം പറയുന്നു, സൗജന്യമായി യേശുക്രിസ്തുവിലൂടെയാണ് അവൻ നമ്മളെ നീതീകരിച്ചത്. അത് റോമാലേഖനത്തിലുണ്ട്. നമുക്കൊന്ന് നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബോറായിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് റോമാലേഖനം അതിന്റെ തൽക്കാലം അതിന്റെ ആക്ച്വലി മൂന്നാം അധ്യായം ഇതിൽ ഒത്തിരി വാക്യങ്ങൾ നീതീകരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 3:9 പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും കൊള്ളരുതാത്തവരായി വഴിതെറ്റി എന്ന് പറഞ്ഞിട്ട് അതിന്റെ 3:21 വാക്യം, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന്റെ 23 വാക്യം, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ ഒരു വാക്യം കൊണ്ട് ഞാൻ അതോടൊന്ന് വായിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടാം. അവന്റെ കൃപയാൽ ക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് പോലെ സൗജന്യമായിട്ടാണ് കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ബീൻ justified, we have been made righteous by faith in Jesus Christ. റോമാലേഖനം 5:1 പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ഞാൻ അത് ഇത്തരം കാര്യങ്ങൾ വാക്യങ്ങൾ വായിച്ചത് റീസൺ ഉണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട് അല്ലേ? അപ്പോൾ ദൈവം നമ്മളെ നീതീകരിച്ചു. എങ്ങനെ നീതീകരിച്ചു? യേശുക്രിസ്തു മൂലം സൗജന്യമായി കർത്താവ് നീതീകരിച്ചു. അപ്പോൾ അത് മുഖാന്തരം നമുക്ക് ലഭിച്ചത് എന്താ? ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ദൈവത്തോട് we have peace with God, or we are in peace with God because we have been justified by Jesus Christ. What do you mean by justified? Made righteous. We have nothing good in us. But when we accepted Jesus, His cross, His sacrifice, നമ്മളിൽ ഒരു നന്മയുമില്ലായിരുന്നു, നമ്മൾ ഒരു ഗുണവുമില്ല. നമ്മുടെ നീതി പ്രവർത്തികൾ കരപുരണ്ട തുണി പോലെ, ലൈക്ക് ഫിൽത്തി റാക്സ് ആണ് നമ്മുടെ റൈച്ചസ് ആക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു നന്മയുമില്ലായിരുന്നു. എന്നാൽ നമ്മളൊരു പാപിയാണ്, യേശുവെ രക്ഷിക്കണമേ, യേശുവെ നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ തെറ്റുകളെ ഏറ്റു പറഞ്ഞ് നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ വന്നപ്പോൾ അവൻ നമ്മളെ നീതീകരിച്ചു. അവൻ നമ്മളെ മക്കളാക്കി തീർത്തു. അമ്മേ, എങ്ങനെയാ? ഫ്രീ ആയിട്ട്. നമ്മളൊരു പൈസയും കൊടുത്തില്ല, ഒരു നേർച്ചയും ചെയ്തില്ല, ഒരു വിശുദ്ധ സ്ഥലത്തും പോയില്ല. നമ്മൾ ഇരുന്നിടത്ത് തന്നെ നിന്ന് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ചിലരെല്ലാം കൺവെൻഷനിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൈവദാസന്മാരെ ഒന്നിച്ച് പ്രാർത്ഥിച്ചോ. അങ്ങനെയാണ് കർത്താവ് സൗജന്യമായിട്ട് ചെയ്തെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയും. ഫ്രീ. ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ജസ്റ്റിഫൈഡ് ആണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് ആസ് ഇഫ് ഐ ഹാവ് നെവർ സിൻഡ്. ദൈവം എന്നെ നോക്കുന്നത് യേശുക്രിസ്തുവിലൂടെ. അവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിലൂടെ. ഇപ്പൊ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നൗ വി ഹാവ് പീസ് വിത്ത് ഗോഡ്. ദൈവമായ ബന്ധത്തിൽ നമുക്ക് സമാധാനമുണ്ട്. വി ഹാവ് പീസ്. നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഇടയിൽ ഒന്നുമില്ല. വി ഹാവ് പീസ്, വി ഹാവ് റെസ്റ്റ്. നമുക്ക് സമാധാനമുണ്ട്, ദൈവത്തോടുള്ള സമാധാനം. അപ്പോൾ ആ നീതി നമുക്ക് തന്നത് നമുക്ക് ദൈവത്തോടുള്ള ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടാണ്. നീതി, അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ നീതിയെപ്പറ്റി നമ്മൾ കണ്ടു. നമ്മൾ ദൈവവചനം പറയുന്നു, seek ye first the kingdom of God and his righteousness and all these things shall be added unto you. മുമ്പേ ദൈവത്തിന്റെ രാജ്യം അവന്റെ നീതി അന്വേഷിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ നീതി ഓൾറെഡി കർത്താവ് നമ്മളെ നീതീകരിച്ചില്ല, പിന്നെ എന്നാ നീതിയായി അന്വേഷിക്കേണ്ടത്? ഞാൻ പറയാം, നമുക്കൊന്ന് ചിന്തിക്കാം. എന്ത് നീതിയാണ് നമ്മൾ യേശുക്രിസ്തുവിനോട് നിങ്ങൾ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചൊരു വ്യക്തിയാണെങ്കിൽ, രക്ഷിതാവായി സ്വീകരിച്ചൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് നീതീകരിച്ചു, ദൈവം നീതീകരിച്ചു. ദൈവം അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. ദൈവത്തോട് നിങ്ങൾക്ക് സമാധാനമുണ്ട്. എന്നാൽ എന്ത് നീതിക്ക് വേണ്ടിയാണ് ദാഹിക്കേണ്ടത്? എന്ത് നീതിക്ക് വേണ്ടിയാണ് ദാഹിക്കേണ്ടത്? നമുക്കറിയാം, ദൈവവചനം പറയുന്നത്, ഞാനതിലെ ഒത്തിരി വാക്യങ്ങൾ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം പറയുന്നു, നമ്മൾ പല വാക്യങ്ങൾ വചനത്തിലൂടെ ഓടിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ നീതിയുണ്ട്, മനുഷ്യന്റെ നീതിയുണ്ട്, അത് മനുഷ്യന്റെ ലോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നീതിയുണ്ട്, നമ്മുടെ സ്വയം നീതിയുണ്ട്. ഇതിനെല്ലാം നമുക്ക് ദൈവവചനത്തിൽ വാക്യങ്ങൾ കാണാം. ഞാൻ ജസ്റ്റ് ഈ സ്വയനീതിയെ പറ്റി ഒരു വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 10:2-3 മൂന്നാം വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. സ്വന്തം നീതി.
ദൈവത്തിൻ്റെ നീതി. അപ്പോൾ എന്ത് നീതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? വാട്ട് റൈച്ചസ്നെസ് വി ഷുഡ് പെർസ്യൂ, വാട്ട് റൈച്ചസ്നെസ് വി ഷുഡ് ഹങ്കർ ഫോർ. മത്തായി സുവിശേഷം 5 ഗിരിപ്രഭാഷണത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ വേഴ്സ് എന്ന് ചില ദേവദാസന്മാർ പറയുന്ന ഒരു വേഴ്സ് ഉണ്ട്, മത്തായി 5:20. എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ നീതി പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കേയില്ല എന്ന് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. അപ്പോൾ ഈ നീതി ഏതാ? എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു സ്വയനീതിയിൽ പുകഴുന്നവര് ആയിരുന്നു പരീശന്മാര് ശാസ്ത്രിമാർ. അപ്പോൾ കർത്താവ് പറയുന്നു നിങ്ങളുടെ നീതി അവരെക്കാളും കവിയണം. അതിന്റെ അർത്ഥം നമ്മുടെ റിലീജിയൻ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും പരീശന്മാരെ പോലെ ആകരുത്. അവരെല്ലാം പുറമേ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. നമ്മുടെ നീതി എവിടെ നിന്ന് തുടങ്ങണം? ഹൃദയത്തിൽ നിന്ന് തുടങ്ങണം. നമ്മൾ ചെയ്യുന്ന എല്ലാം എവിടെ നിന്ന് ആരംഭിക്കണം? ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കണം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം ചെയ്യാൻ. പരീശന്മാർക്ക് നിയമമുണ്ടായിരുന്നു. their righteousness was based on all the human traditions. They had so many bylaws. ഒത്തിരി ലോ കൊണ്ട് അവർ മനുഷ്യനെ ഭാരപ്പെടുത്തിക്കണം. എല്ലാം കറക്റ്റായിട്ട് അവർ വചനത്തിന് വേണ്ടി നിന്നവരാണ്. അത് നമ്മൾ മറന്നു പോയത് നല്ല ആരംഭമായിരുന്നു. പക്ഷെ ഒടുവിൽ കർത്താവ് വന്നപ്പോൾ they were just focusing on their righteousness based on their law. So many rules and regulations. പക്ഷെങ്കിൽ കർത്താവ് പറയും, ജീസസ് told that unless your righteousness exceed the righteousness of those Pharisees who are doing all things according to the law, you will never enter the kingdom of God. അതാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നീതി ഏതായിരിക്കണം? ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. നമുക്ക് നോക്കാം. I want to bring a person's righteousness, then you will understand. നമ്മൾ വാക്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഞാൻ കുറെ വാക്യങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഇച്ചിരൂടെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ. നമുക്ക് അതിനെ എടുക്കാം. Matthew chapter 1 verses 19. It speaks about a person who was a righteous man. എന്ത് റൈച്ചസ് ആണ് അവിടെ പുള്ളി ചെയ്തതെന്നുള്ളത് നമ്മളൊന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, Matthew chapter 1 verses 19. അവളുടെ ഭർത്താവായ യോസേപ്പ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. And Joseph, her husband, being a righteous man and not wanting to disgrace her, planned to send her away secretly. നമുക്ക് ഈ ഭാഗം അറിയാം. എല്ലാ ബൈബിൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവൻ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു സംഭവം അറിയാത്ത ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്നാലും ഞാനത് പറയാം. നമുക്കറിയാം മശിഹ ജനിക്കുവാനായിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത ഒരു സഹോദരിയാണ് മറിയ. അപ്പോൾ യോസേപ്പും മറിയയും തമ്മിൽ അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. യഹൂദന്മാരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹം പോലെ തന്നെ വിവാഹിതരായി അവന്റെ ഭാര്യ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അവർ. എന്നാൽ പരിശുദ്ധാത്മാവിൽ മറിയയിൽ ഒരു ശിശു ഉരുവായെന്ന് യോസേപ്പ് പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? യോസേപ്പ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യോസേപ്പിന് അറിയത്തില്ല ഇത് മശിഹയാണ് മറിയയുടെ ഉള്ളിലുള്ളതെന്നുള്ളത്. യോസേപ്പിന് അറിയത്തില്ല. യോസേപ്പ് ഇത്രേ അറിഞ്ഞു, അവൾ ഗർഭിണിയാണ്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി. കല്ലെറിഞ്ഞു കൊല്ലേണ്ട ശിക്ഷയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു യോസേപ്പ് നീതിമാനാണ്. യോസേപ്പിന് വേണമെങ്കിൽ കോടതിയിൽ പോയിട്ട് പറയാം, ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു, പക്ഷേ ഇവള് എന്നെ വഞ്ചിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ നിയമം യോസേപ്പിന് കൂടെ നിൽക്കും, അവളെ ശിക്ഷിക്കും. പക്ഷെ യോസേപ്പ് ഇവിടെ നമ്മൾ വായിക്കുന്നു യോസേപ്പ് നീതിമാനാകൊണ്ട് വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ യോസേപ്പിന് മനസ്സ് തോന്നിയില്ല. യോസേപ്പ് ഇവളെ ഗൂഢമായി ഉപേക്ഷിച്ചെന്നിരിക്കട്ടെ, പുള്ളിയുടെ പ്ലാൻ അതായിരുന്നു. അപ്പോൾ ആൾക്കാർ യോസേപ്പിനെ കുറ്റം പറയും, കണ്ടില്ലേ അവൻ ഒരു പാവപ്പെട്ട പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് പോയി. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അവൻ മറിയയ്ക്ക് വേണ്ടിയ കുറ്റം ഏറ്റെടുക്കുകയാണ്.
യേശുവാണെന്ന് അറിഞ്ഞിട്ടില്ല, മശിഹാണെന്ന് അറിഞ്ഞിട്ട് അതിന് മുമ്പത്തെ കാര്യം നമ്മൾ ഈ വായിച്ചത്. ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. അവളുടെ ഭർത്താവായ യോസേപ്പ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. നമ്മൾ എന്താ നോക്കുന്നത്? നീതിമാൻ ആരാണ്? നീതിമാന്റെ ക്വാളിറ്റി എന്താണ്? ഇതാണ് ക്വാളിറ്റി. ആമേൻ. വഞ്ചിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും ഗൂഢമായി ഉപേക്ഷിച്ചാൽ അവൻ റിസ്ക്. ആൾക്കാർ അവനെ കുറ്റപ്പെടുത്തും. കാരണം പറഞ്ഞാൽ മറിയ കുറ്റക്കാരിയാണ്. യോസേപ്പ് നീതിമാനായതുകൊണ്ട് യോസേപ്പ് പറഞ്ഞില്ല, ഞാൻ മുഖാന്തരം മറിയ ശിക്ഷിക്കപ്പെടരുത്. അതാണ് നീതി എന്ന് പറയുന്നത്. ഞാൻ മുഖാന്തരം അവൾ വേദനിക്കരുത്. ഞാൻ മുഖാന്തരം എൻ്റെ പേര് മോശമായിക്കൊള്ളട്ടെ. എന്നെ വഞ്ചിച്ചു വന്നിരിക്കട്ടെ, ഓക്കെ. എൻ്റെ പേര് മോശമായാലും ഞാൻ അവളെ ശിക്ഷിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഉപേക്ഷിക്കാൻ നേരം നിയമം പുള്ളിയുടെ സൈഡിലാണ്, എല്ലാം പുള്ളിയുടെ ഭാഗത്ത് കറക്റ്റാണ്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന നീതി. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമ്മൾ മടങ്ങി വരാം. ഈ നീതി എന്ന് പറയുന്നത് ഒന്ന് എന്തിനു വേണ്ടി ആഗ്രഹിക്കണം? നീതി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ളൊരു നീതിയുണ്ട്. നമ്മൾ ഓൾറെഡി ദൈവം നമ്മളെ നീതീകരിച്ചിരിക്കുക. ആ നീതിയിലൂടെ നമുക്ക് ലഭിച്ച എന്താ? ദൈവത്തോടുള്ള സമാധാനം. ഒന്നത്. രണ്ട്, നീതി പ്രവൃത്തികൾ ചെയ്യുക, നീതിയായി ജീവിക്കുക. വേദനിച്ചാലും വഞ്ചിക്കപ്പെട്ടെന്ന് തോന്നിയാലും നമ്മളെ മുറിവേൽപ്പിച്ചെന്ന് തോന്നിയാലും നീതി മാത്രം ചെയ്യുക. യോസേപ്പ് ചെയ്തതുപോലെ മറ്റുള്ള ആ വഞ്ചിക്കുമെന്ന് തോന്നിയ സമയത്തും താൻ ആ കുറ്റമേറ്റെടുത്ത് തന്നെ ആൾക്കാരുടെ മുമ്പിൽ പഴിചാരാനായിട്ട് താൻ റിസ്ക് എടുക്കുകയാണ്. അതാണ് നീതി. ആമേൻ. ഈ നീതിക്ക് വേണ്ടി വിശക്കുക, ദാഹിക്കുക. ആമേൻ. ദൈവസേനയിൽ നമ്മൾ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ, രക്ഷയുടെ കാര്യം അല്ല, അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ആത്മീയമായ കാര്യങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമുക്ക് അതിനൊരു ദാഹമുണ്ടായിരിക്കും. കർത്താവ് പറഞ്ഞ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. If you want anything from, a spiritual blessing from God, you need to have a thirst. Bible says very clearly, if you thirst, those who thirst come to Jesus and you will be filled. What are you thirsting for? What is your hunger for? നമുക്ക് എന്താണ് നമ്മുടെ ഹങ്കർ, എന്താണ് നമ്മുടെ തേഴ്സ്റ്റ്? യു വിൽ ഗെറ്റ് ദാറ്റ്. ഇഫ് യു ആർ ഹംഗ്രി ഫോർ മണി, യു വിൽ ഗെറ്റ് മണി. I mean, if you are hungry for worldly pleasures, you will get that. But if you are hungry and thirsty for Jesus, you will get Jesus. ദൈവത്തിനു വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കിട്ടും. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ദാഹമാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കിട്ടും. ലോകത്തെ ആകണം ആഗ്രഹമെങ്കിൽ ലോകമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. പണത്തെപ്പറ്റി ചിന്തിക്കാം, അതിനെപ്പറ്റിയാണ് ആഗ്രഹിക്കാൻ, ദാഹിക്കുകയും വിശക്കുകയും എപ്പോഴും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പണം കിട്ടും, ദൈവത്തെ കിട്ടത്തില്ല. ആമേൻ. കർത്താവ് പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആരാണ് നീതിമാൻ? നമ്മൾ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ ഉപമ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 2 people went to pray. ഒരാള് ദൈവത്തോട് പറഞ്ഞു, ഞാൻ നീതിമാൻ, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ പാവങ്ങളെ സഹായിക്കുന്നു, പതാരം കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പുള്ളി ദൈവത്തിന്റെ ക്ലാസ് എടുത്തു. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദൈവത്തിന് ക്ലാസ് എടുക്കുക. എന്നാൽ പാപിയായൊരു മനുഷ്യൻ, സമൂഹത്തിൽ എല്ലാവരും നിന്ദിക്കപ്പെട്ട ഒരു മനുഷ്യൻ കുനിഞ്ഞു നിന്നുകൊണ്ട് നെഞ്ചത്ത് 2 അടി അടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ എനിക്ക് യോഗ്യതയില്ല, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. യേശു പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. എങ്ങനെയാണ് നീതി ലഭിക്കുന്നത്? നീതിക്ക് വേണ്ടി ദാഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പെർഫെക്റ്റ് ആയിട്ടൊരു വ്യക്തിയായി ആയിട്ട് നമുക്ക് ആമേൻ ഹല്ലേലൂയ ആകത്തില്ല. പക്ഷെ നമുക്ക് അതിനൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം, നമുക്ക് അതിനൊരു ഹങ്കർ ഉണ്ടായിരിക്കണം. യു നീഡ് ടു ഹാവ് എൻ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ റൈച്ചസ്നെസ്. ഐ എം നോട്ട് ടെല്ലിംഗ് ദാറ്റ് വി ഓൾ ആർ പെർഫെക്റ്റ് and then we will get anything from God. No.
നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ദൈവത്തിൽ ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വചനം എന്താ? Blessedness comes to the man in spite of his failures and failings, still clutches to him alone. ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും, വീഴ്ചകൾ വന്നാലും പിന്നെയും ദൈവസ്ഥനിൽ ഓടിച്ചെന്ന് കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് അലറി കരഞ്ഞുകൊണ്ട്, ദാഹത്തോടെ വിശപ്പോടെ, ദൈവമേ എനിക്ക് നീ മതി, നീ അല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ആ ദാഹത്തോടെ വിശപ്പോടെ ദൈവസ്ഥനിൽ കടന്നു വരുന്നവനാണ് നീതീകരിക്കപ്പെട്ടവനായിട്ട് പോകുന്നത്. സോ ഡെസ്പറേറ്റ്. ആമേൻ. എനിക്ക് കുറച്ചല്ല വേണ്ടത്, എനിക്ക് കർത്താവേ ഇത് പോരാ. നമുക്ക് പറ്റുന്ന കുഴപ്പം നമ്മൾ പലപ്പോഴും വി ആർ കണ്ടന്റ്. ഇതൊക്കെ ഇങ്ങനൊക്കെ പോയാൽ മതി, ഇങ്ങനെ ഇരുന്നാൽ മതി, മനുഷ്യരല്ലേ, ഇങ്ങനെയൊക്കെ പോയാൽ മതി, ചർച്ചിൽ പോകുന്നു, ഞായറാഴ്ച പോകുന്നു, ഇങ്ങനെയൊക്കെ വിട്ടാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്കല്ല ഇവിടെ ഈ നീതിക്ക് വേണ്ടി ദാഹം എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ വിശപ്പെന്ന് പറയുന്ന വാക്ക് കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടുന്ന അവർക്ക് ദാഹമൊന്നും കാണില്ല. അവർ പറയും ഇങ്ങനെ മതി, ഇങ്ങനെ പോയാൽ മതി എന്ന് പറയും. പക്ഷെങ്കിൽ we should hunger and thirst for the whole of righteousness. എനിക്ക് ദൈവത്തിന്റെ നീതി, അല്ലെങ്കിൽ ആ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നീതി, അല്ലെങ്കിൽ ആ പ്രവൃത്തി എനിക്ക് ടോട്ടലായിട്ട് വേണം, കംപ്ലീറ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കണം. അതാണ് കർത്താവോട് ആവശ്യപ്പെടുന്നത്. ആമേൻ. ഹല്ലേലൂയ. യേശു ശമര്യക്കാരത്തി സ്ത്രീയോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. യേശുവിൻ്റെ അടുത്ത് ദാഹത്തോടെ വന്നാൽ യേശു തരുന്ന കണ്ടന്റ്മെന്റ്, യേശു തരുന്ന തൃപ്തി, അത് വേറെ ഒരാൾക്കും തരാൻ കഴിയത്തില്ല. ആ ശമര്യക്കാരത്തി സ്ത്രീ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, നിനക്ക് ദാഹം തീരുകയില്ല, ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ തൃപ്തി വരും, അവൻ വിശക്കയില്ല, അവൻ ദാഹിക്കയില്ല എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുണ്ട്. ഈ നീതിക്ക് വേണ്ടി ദാഹിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നീതി പ്രവൃത്തി, ദൈവത്തിന്റെ നീതി ഓൾറെഡി നമുക്കുണ്ട്. ദൈവത്തോട് സമാധാനമായി ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ആരാണ്? അതിനെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം ആരാണെന്ന്. 2 Corinthians chapter 5 verses 21 നമുക്കൊന്ന് വായിക്കാം. 2 Corinthians 5:21. പാപം അറിയാത്തവനെ നാം അവരിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. He made him who knew no sin to be sin on our behalf, that we might become righteousness of God in him. നാം അമ്മയാലിയ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശു നമുക്ക് വേണ്ടി പാപമാണ്. നമ്മുടെ നീതി യേശു ക്രിസ്തുവാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദാഹിക്കുകയും നമ്മൾ വിശക്കുകയും ചെയ്യുന്നത് ദൈവത്തോടുള്ള ആമേൻ ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി. സങ്കീർത്തനക്കാരൻ പറയുന്നു, മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. He was thirsty for God. He was thirsty. He was hungry for God. ആമേൻ. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, കാക്ഷിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടോ ദൈവത്തോട്, ദൈവവചനത്തോട്? അതോ എത്ര നാളെ നമ്മൾ ദൈവവചനം വായിച്ചിട്ട് വിശ്വാസത്തിൽ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ നിർത്തരുത്, വീണ്ടും വായിക്കുക. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി ടൈമുണ്ട്. റീഡ് ദ ബൈബിൾ. ജസ്റ്റ് ബിക്കോസ് യു ഹവ് റെഡ് ഇറ്റ് വൺസ്, ഡോണ്ട് തിങ്ക് ദാറ്റ്, I read it once, I'm okay. No, read it again. Have a hunger for the word. When you have thirst for the word, because it can only fill us. The word can only give us joy and peace. The words of Jesus are the words of eternal life. നിത്യജീവന്റെ മൊഴികളാണ്. ആമേൻ. ഹല്ലേലൂയ. തൃപ്തി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്താണ് നാം ആഗ്രഹിക്കുന്നത്? ഇന്ന് ദൈവാത്മാവിനോട് നമ്മൾ സംസാരിക്കാനുള്ളത്, വാട്ട് ഡു യു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ? പണം ഉണ്ടാക്കാനാണോ? വലിയവനാകാനാണോ? 4 പേര് അറിയണമെന്നാണോ? പ്രശസ്തനാകാനാണോ? എന്തിനു വേണ്ടിയാണ് നമ്മുടെ തേഴ്സ്റ്റ്? നമ്മൾ അതിന്റെ പുറകെ പോകും. If you're hungering and thirst for God and His righteousness, you will be filled. മറ്റേതെല്ലാം ഓടിക്കോ, ജോലിക്ക് പോകരുതല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ആ ഓട്ടമെല്ലാം
നമുക്കൊരിക്കലും തൃപ്തി ഉണ്ടാകത്തില്ല. വീണ്ടും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെങ്കിൽ നമുക്കൊരു തൃപ്തി വേണമെങ്കിൽ we should come to God. നമുക്ക് ദൈവത്തിൻ്റെ നീതി വേണം. ദൈവത്തിൻ്റെ നീതി നമ്മൾ ലഭിച്ചു എന്ന് നമ്മൾ പറയുന്നു, ശരി തന്നെ. പക്ഷെങ്കിൽ ദൈവത്തോടുള്ള ആ ഒരു സമാധാനത്തിൽ ആമേൻ ഹല്ലേലൂയ, നമ്മുടെ നീതി പ്രവൃത്തികൾ മാനുഷികമായ നിലയിൽ നമുക്ക് സ്വയമായി ചെയ്തത് കരം കൊണ്ട തുണി പോലെ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ട് കർത്താവിൻ്റെ അംഗീകാരം ലഭിക്കാനൊക്കത്തില്ല. എന്നാൽ നമ്മൾ ദൈവമക്കളായ ശേഷം നമ്മുടെ ഒരു നീതിയുണ്ട്. അത് ആമേൻ ഹല്ലേലൂയ, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. യോസേപ്പ് നീതിമാനാണ്, നമ്മൾ കണ്ടു. അവൻ ചെയ്തത് എന്താ? അവൻ്റെ സ്വയത്യാഗമായിരുന്നു അവൻ്റെ നീതി പ്രവൃത്തി. മറിയയ്ക്കൊരു കളങ്കം വരുത്താൻ താൻ ആഗ്രഹിച്ചില്ല. അതാണ് നീതി. ആമേൻ. എങ്ങനെയാണ് നീതി ലഭിക്കുന്നത്? ആ പാപിയായ മനുഷ്യൻ നെഞ്ചത്തടിച്ച് കരഞ്ഞു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണം. ഹ്യൂമിലിറ്റി, അതാണ് നീതി. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി നീതിയായി തീർന്നു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി നീതിയായി. നമ്മൾ നീതിമാനാകുവാൻ യേശുക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ ഇട്ടു. നമ്മൾ ആരെ ആഗ്രഹിക്കണം? ആർക്ക് വേണ്ടി ദാഹിക്കണം? ദൈവത്തിന് വേണ്ടി ദാഹിക്കണം. ആമേൻ. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. the blessedness of the man who longs for total righteousness, as a starving man longs for food, and a man, perishing of thirst longs for water, for that man will be truly satisfied. ഞാൻ മലയാളത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഏത് മനുഷ്യനാണ് ഭാഗ്യവാൻ? ഭാഗ്യവാനായ മനുഷ്യനെ പറ്റി ഈ 6-ാം വാക്യം നമ്മൾ പഠിച്ചത്, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശക്കുക, ദാഹിക്കുക, അവർക്ക് തൃപ്തി വരും. എന്താണ് നമ്മൾ പഠിച്ചത്? ദൈവത്തിൻ്റെ നീതി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ റൈച്ചസ്നെസ് വേണ്ടി, നീതിക്ക് വേണ്ടി ഒരു മനുഷ്യൻ, പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ ആഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ, ദാഹിച്ച് തൊണ്ട വരേണ്ട ഒരു മനുഷ്യൻ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ, ആമേൻ, അങ്ങനെ ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി, ദൈവീക കാര്യത്തിന് വേണ്ടി, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് തൃപ്തി വരും. യേശുവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് യേശു തൃപ്തി കൊടുക്കും. യേശുവിന് വേണ്ടി ദാഹിക്കുന്ന ഒരുവന് തൃപ്തി വരും. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ദൈവ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറക്കരുത്, blessed are those who hunger and thirst for righteousness, for they shall be filled. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇന്ന് പകൽക്കാലം, ഈ സന്ധ്യാസമയത്ത് ഹല്ലേലൂയ, നമുക്ക് പല കാര്യങ്ങൾ ചെയ്തിട്ടും പലരോട് ഇടപെട്ടിട്ടും നമുക്ക് തൃപ്തിയില്ല, അല്ലേ? ആമേൻ ഹല്ലേലൂയ. എന്നാൽ തൃപ്തി തരുന്ന ഒരുവൻ ഉണ്ട്, അവൻ യേശു കർത്താവ്. ആ യേശു കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ നമുക്ക് അണയാം. ദൈവ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.